ഹലോ, ഞാൻ ദാ വീണ്ടും ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ വീണ്ടും ഞാൻ എൻ്റെ അമ്മയുടെ സാരി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബനാറസി എന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല, ഒരു സിൽക്കി ടെക്സ്ചറാണ്. ഉടുത്താൽ പെട്ടെന്ന് അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് സാരിയൊന്നും അല്ല. കുറച്ച് നമ്മൾ മെനക്കെടണം എന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സാരി പ്രീ പ്ലീറ്റ് ഒന്നും ചെയ്യാണ്ടാണ് ഞാൻ ഉടുക്കുന്നത്. ഞാൻ അണ്ടർ സ്കേർട്ട് ഇട്ട് വൈറ്റ് കളർ തന്നെ, ഒരു ഓഫ് വൈറ്റ് കളർ അണ്ടർ സ്കേർട്ടാണ് ഇട്ടേക്കണേ. അതിൽ തന്നെ നമ്മൾ യൂഷ്വലി നമ്മൾ സെൻറ്ററിൽ നിന്ന് കുത്തിയിട്ട് ഫുൾ ഒന്ന് ചുറ്റിയെടുക്കുക. ആൻഡ് ഫ്രണ്ട് പോർഷനിൽ എത്രയാണോ വേണ്ടത് അതവിടെ ഇട്ടിട്ട് ബാക്കി ഭാഗം നമ്മൾ ബാക്കി പല്ലുവിൽ എത്രത്തോളം വേണോ അതുപോലെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അറ്റത്തൊരു ബോർഡർ ഉണ്ട്, ഒരു ചെറിയൊരു ഹാൻഡ്, നമ്മുടെ ഒരു കൈപ്പത്തിയുടെ അളവിൽ ഒരു ബോർഡർ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഞുറിവ് എടുക്കാൻ കുറച്ച് എളുപ്പമാണ്, കാരണം ആ കറക്റ്റ് ബോർഡർ വരുന്ന പോലെ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് അയൺ ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ സ്ട്രെയിറ്റ്നറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിത് കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, എനിക്കൊരു വീഡിയോ എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരി ഉടുക്കുന്നത് തന്നെ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരു ഡ്രേപ്പിംഗ് സംഭവം കൂടി ചെയ്താലോ എന്ന്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് നമുക്ക് എവിടെയാണോ വരേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഇടുക. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു മര്യാദയ്ക്ക് ഇരുന്നാണ്, പക്ഷേ അത് ഇട്ടപ്പോഴത്തേക്കും കണ്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നി ചിതറി ചെന്നം ഭിന്നമായിപ്പോയി. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ ഇങ്ങനത്തെ സാരികൾ ഉടുക്കുമ്പോൾ പിന്നെ ഉള്ളി കയറി പോകാനുള്ള സാധ്യതയുണ്ട്, പിന്നെ കയറി ഉടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ മറ്റേ സ്റ്റിക്കർ ബോട്ടുണ്ടല്ലോ, സ്റ്റിക്കർ ബോട്ടിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ സൂചിയുടെ ഇടയിൽ തുണി കയറി പോകുന്നത് തടയാൻ പറ്റും. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഉള്ളിലോട്ടാക്കിയിട്ട് ആ ലെഫ്റ്റ് സൈഡിലത്തെ മുന്താണിയുടെ ഇടയ്ക്കുന്നുള്ള ഭാഗം ഉള്ളിലോട്ടാക്കി നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ പോലത്തെ ഫ്രണ്ടിലത്തെ മുന്താണി എടുക്കുക, ഫ്രണ്ടിൽ നല്ലപോലെ ഞൊറിഞ്ഞു കൊടുക്കുക, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇത് ഇരുന്നോളും, ഉടുക്കാൻ ഈസിയാണ്, പക്ഷേ ഒരിടത്ത് അടങ്ങിയിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇതൊരു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരു സാരിയാണെന്ന് തന്നെ പറയാം. ഉടുക്കാൻ എളുപ്പമാണ്, പക്ഷേ അത്ര വൃത്തിയായിട്ട് നമ്മൾ കോട്ടൺ സാരി കൊടുക്കണ പോലെ ഇട്ട് വൃത്തിയായിട്ട് ഇരിക്കത്തുമില്ല. അപ്പം നല്ലപോലെ കുറേ പിന്നൊക്കെ കുത്തി വെച്ചാൽ മാത്രമേ ഇത് ഇരിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും റെഡിയായി. അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വള ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഏകദേശം ഒരു മാച്ചിങ് ഉള്ള ഒരു കമ്മലും ഇട്ടു. അപ്പോൾ ഞാൻ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.